അത് എന്താണ് ഈ പേരിടാനുള്ള ഒരു കാരണം? A+ ഫാമിലി. ആദ്യം അത് പറഞ്ഞു, അപ്പൊ തന്നെ ഞങ്ങള് പിന്നെ ഇപ്പൊ പിള്ളേർക്ക് പേരിടുമ്പോഴാണ് പാട്. അപ്പൊ എല്ലാവർക്കും പാരന്റ്സ് തൊട്ട് പേരൻസിന് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാരും. എനിക്കൊന്ന് അവരാണ് തുടങ്ങിയിട്ടത്. എല്ലാവരുടെ പേരും ഏ തന്നെയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ്, ഞങ്ങളുടെ മക്കളും എല്ലാരും ഒരു ബ്രദറും കൂടെ ഇല്ലേ? അപ്പൊ ആളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഇല്ല. അപ്പൊ അവിടെ ഈ പെണ്ണിനെ സെർച്ച് ചെയ്യുമ്പോൾ ഫാമിലി ആണല്ലോ നിങ്ങള്. എനിക്കൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞുതരോ? ആദ്യം നമ്മൾ എണ്ണ എടുക്കുക, ഒഴിക്കുക, നമ്മള് പാനിലോട്ട് നമ്മുടെ ചിക്കനും നമ്മള് മസാല ഇതിന്റെ സാറാസിന്റെ മസാല നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ബോയിൽ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കൊന്ന് സാറയുടെ സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ. ചേച്ചി ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ ഫുഡ്? ഒന്നും കൊള്ളത്തില്ലേ? ഇന്ന് കൈപ്പുണ്യം ഞാൻ അറിയും. സംഭവം കിട്ടാൻ ഭയങ്കര പാടാണ്. സാറാസിന്റെ പിരിഞ്ഞക്ക ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മിസ് ചെയ്ത സാധനമാണ്. ഇത് നമുക്ക് വേവിച്ചിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കോളേജിൽ പഠിക്കുന്ന പിള്ളേരാന്നാ ഇഷ്ടായി. ചേച്ചിയുടെ ഹസ്ബൻഡ്, അതാണ് ഇതിന്റെ അടിസ്ഥാനം. കൂടുതൽ 1K. ഓക്കെ, 1K സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ 1, 2, 100 ആയപ്പോ എന്ത് സന്തോഷമായിരുന്നു. ഞങ്ങള് 10 Kയിൽ കേക്ക് മുറിച്ച്. അതെങ്ങനെയായിരുന്നു? നിങ്ങൾ അറിഞ്ഞപ്പം സർപ്രൈസ് ആയോ? വീട്ടുകാരെല്ലാരും സർപ്രൈസ്ഡ് ആയി. അടിച്ചോണ്ട് വിഷമമൊന്നും ഇല്ലായിരുന്നു, കാരണം എനിക്ക് അറിയാൻ പറ്റിയില്ല. ഒറ്റയാണ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കി ഞാൻ എന്തൊക്കെയോ പെട്ടെന്ന് എന്തോ ഒരു സാധനം തെറിച്ച് താഴോട്ട് പോയി, വെള്ള കളറില്. എന്റെ കണ്ണാണെന്ന് വിചാരിച്ചു നോക്കി. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. യൂട്യൂബ് ചാനൽ തുടങ്ങി ആൻഡ് ഇപ്പൊ 1 million സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോകുന്നു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാത്രമേ ഉള്ളൂ, നമുക്കൊന്നുമില്ല. ഇന്ന് നമ്മള് ചിറ്റ്ചാറ്റിന്റെ കൂടെ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം കൂടെ കിട്ടിയിരിക്കുകയാണ്. സാറാസിന്റെ സ്പെഷ്യൽ ഫുഡ് ഐറ്റമാണ് ഇവര് ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അറിയാം, നിങ്ങളുടെ ഒരു വൈബ് ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട്. ഞാനും ആദ്യം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ, നെയ്ബേഴ്സ് ആണോ? സത്യത്തിൽ നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താ? സത്യത്തില് നാത്തുമാരാണ്. ഇവളുടെ നാത്തുൻസ് ഞങ്ങള്, ഞങ്ങളുടെ നാത്തുൻ അവള്. നിങ്ങൾ പറയുന്നതിലാണ് കൺഫ്യൂഷൻ സത്യത്തില്. എനിക്ക് ഞാൻ ചേച്ചി, അനിയത്തി. ഇത് ഞങ്ങളുടെ അനിയന്റെ വൈഫ്. ഓക്കെ, ഡൗട്ട് മാറിയല്ലോ. ഇതോടുകൂടി ഇനി ആരും ചോദിക്കരുത്. സത്യത്തിലേ ഈ A+ ഫാമിലി എന്നൊരു പേര് ആദ്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് എല്ലാ എക്സാമിനും A+ കിട്ടിയതുകൊണ്ടാണ് ഒരു പേരിട്ടത്? അത് എന്താണ് ഈ പേരിടാനുള്ള ഒരു കാരണം? A+ ഫാമിലി. കൊറേ പേര് ഞങ്ങൾ നോക്കി. ആദ്യം നമ്മൾ അലിയൻസ് എന്നാണ് കേട്ടെന്ന് തോന്നുന്നു. നമ്മളെല്ലാരും ഒരുമിച്ചായിരുന്നു. അപ്പൊ നമ്മളെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം ഫുള്ള് A കുട്ടിയായിരുന്നു പേര്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നതാ. എന്നിട്ട് പിന്നെ ഏറ്റവും അവസാനം വന്ന് അതിൽ തന്നെ നിന്നു. ആദ്യം അത് പറഞ്ഞു, അപ്പൊ തന്നെ ഞങ്ങള് പിന്നെ കൊറേ നോക്കി കഴിഞ്ഞ ഏറ്റവും അവസാനം അതിൽ തന്നെ വന്ന് നിന്നു. പിന്നെ ഇപ്പൊ പിള്ളേർക്ക് പേരിടുമ്പോഴാണ് പാട്. അപ്പൊ എല്ലാവർക്കും പാരന്റ്സ് തൊട്ട് വേറെ പേരൻസിന് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാരും. എനിക്കൊന്ന് അവരാണ് തുടങ്ങിയിട്ടത്. എല്ലാവരുടെ പേരും ഏ തന്നെയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ്, ഞങ്ങളുടെ മക്കളും എല്ലാരും ഇപ്പൊ ഒരു ബ്രദറും കൂടെ ഇല്ലേ? അപ്പൊ ആളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ ഈ പെണ്ണിനെ സെർച്ച് ചെയ്യുമ്പോൾ ഫാമിലി ആണല്ലോ നിങ്ങള്. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? തന്നെ വേണം അങ്ങനെയുണ്ടോ? അതിപ്പോ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഒരു ഫാമിലി കോണ്ടന്റ് അല്ലെങ്കിൽ റീൽസ് കോണ്ടന്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊരു പ്ലാൻ ആദ്യം കൊണ്ടുവരുന്ന? ആരാ ഈ കൂട്ടത്തില്? ചേച്ചിയാണ്.
ആരിശിച്ചാണ്. ഞാനാണ്. എപ്പോഴായിരുന്നു? കൊറോണ സമയമാണോ? അതെ കൊറോണ സമയത്താ. അപ്പം കുഞ്ഞായിരുന്നു എനിക്ക്. അപ്പൊ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണല്ലോ, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ്, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, ചാനൽ തുടങ്ങിക്കൂടെ, അങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ വേറെ ആദ്യം ഒരു ഡൂക്കിൽ ചാനലായിരുന്നു തുടങ്ങിയത്. ടിക്ടോക്കില് അത് കണ്ടിട്ട് ചേട്ടൻ ഞാനടക്കം ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഫുൾ ടൈം. അപ്പൊ ഈ കോണ്ടന്റ് ഒക്കെ ഇപ്പൊ നിങ്ങൾ 3 പേരും 3 സ്ഥലങ്ങളിലല്ലേ, അപ്പം എങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെ അതിനൊരു സമയം കണ്ടെത്തുന്നത്? നിങ്ങളിപ്പോ ഫാമിലി ലൈഫാണ്, കുട്ടികളുണ്ട്, നല്ല തിരക്കായിരിക്കും, ഇതിനായിട്ട് ഒരു ടൈം എങ്ങനെയാ നിങ്ങൾ കണ്ടെത്താ? ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം ഞങ്ങള് 3 പേരും ഒരുമിച്ചായിരുന്നു താമസം. ഒരേ വീട്ടിൽ. ഒരേ വീട്ടിൽ. ഇപ്പൊ ചേച്ചി താമസിക്കുന്നതിന്റെ തൊട്ടടുത്തായിരുന്നു, ഒരു വലിയ വീടായിരുന്നു. അതിന് രാജാവിന്റെ വീടെന്നൊക്കെ ആയിരുന്നു അവിടെ ഉള്ളവര് പറയുന്നത്. അപ്പൊ ആ രാജാവിന്റെ വീട്ടിൽ വെച്ച് തുടങ്ങിയതാണിത്. അത് 1 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവള് പുതിയ വീട് വെച്ചു. അപ്പൊ അവര് അങ്ങോട്ട് മാറി. പിന്നെ എന്റെ ഞങ്ങള് ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു, ഫുഡ് ട്രക്ക്. അപ്പം ഇല്ല, അത് കുറച്ച് നാളത്തേനുള്ളായിരുന്നു. മൂത്ത ചേട്ടന് കാലിന് വയ്യാണ്ടായപ്പോഴത്തേനും നിക്കാൻ പറ്റാണ്ട് അത് അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാരും വേറെ ജോബിലേക്ക് പോയപ്പോ എന്റെ ചേട്ടൻ തൃശ്ശൂരായിരുന്നു, ഇങ്ങോട്ട് പോന്നു. ഞാൻ ഇങ്ങോട്ട് പോന്നു, ചേച്ചി ചേട്ടനും അവിടെ തന്നെ ആയി. പിന്നെ ഇവര് വേറെ വീട് വെച്ചു. ഞങ്ങളുടെ മെയിൻ എന്ന് പറയുന്നത് നാത്തൂമ്പോരാണ്. അപ്പൊ അത് ചെയ്യുമ്പം എങ്ങനായാലും അടുത്ത് വേണം വെക്കാൻ. ഫുൾ ടൈം ഏകദേശം നമ്മളെല്ലാരും ഒരുമിച്ചാണ് എപ്പോഴും. ചോദിക്കട്ടെ, നാത്തൂനോട് ചോദിക്കട്ടെ, വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ, ശരിക്കും നാത്തൂൻ പോരുണ്ടോ? അത് എനിക്കൊരു അത്ഭുതമാട്ടോ, ഇവരൊക്കെ കണ്ണ് വെക്കാതിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ കമന്റ്സും അത് തന്നെയാണ്. കാരണം പൊതുവെ ഈ പെൺപിള്ളേരെല്ലാം ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ലൈഫൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ഈഗോ ഇഷ്യൂസ് അടിയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതെങ്ങനെയാ നിങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നത്? എങ്ങനെയാ? ഞങ്ങളുടെ അനിയൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ഇവളും തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തും ആയിക്കോട്ടെ അവളില്ലാത്ത സമയത്ത് അവളുടെ കുറ്റം നമ്മൾ പറയാൻ പാടില്ല. വേറെ ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇല്ലാത്ത സമയത്ത് അവളുടെ കുറ്റം പറയില്ല. അവളുള്ളപ്പോ അവളുടെ കൂടെ ഇരുന്ന് പറയും, അല്ലാണ്ട് അവൾ ഇല്ലാത്ത സമയത്ത് അവരുടെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ അല്ലാണ്ട് മറ്റുള്ളവരോടും പറയില്ല. അത് ഇവര് ശരിക്കും എന്നെ ഒരു സ്വന്തം അനിയത്തിയെ കൊണ്ട് നടക്കത്തില്ല. അതുപോലെ അത് ഞാൻ മിക്കവാറും അവിടെ ഒന്നും ചെയ്യാറില്ല, ഇവരാ ചെയ്യുന്നത്. പൊതുവെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചെയ്തില്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ഡബിൾ പണിയൊന്നും എടുക്കത്തില്ല, അങ്ങനെയല്ലേ പറയുന്നേ. ഇവരാരും അങ്ങനെയൊന്നും വിചാരിച്ചു, അതൊക്കെ എനിക്കൊരു അത്ഭുതമാണ്. നമുക്കത് മാറ്റി കൊടുക്കണം. അതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഫുഡ് ട്രക്ക് അല്ലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കാൻ ഫുഡ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞങ്ങൾക്ക് അവിടെ പണിയേ ഇല്ലായിരുന്നു, സവോളേരി മാത്രമുള്ളായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് മാറ്റാം. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം ഇന്ന് സാറാസിനൊരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി എനിക്ക് കഴിക്കണം. റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതെ, റെയർ ആയിരിക്കും, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയല്ലോ. ഓക്കെ, വായോ. അപ്പം ഉച്ചനേരമായി, വിശപ്പിന്റെ വിളി വന്നു. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? എനിക്കെന്ത് ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നു നിങ്ങള്? സാറാസിന്റെ ബട്ടർ ചിക്കനും. ഓക്കെ, ഇടിഞ്ചക്ക അടിപൊളി. ഇടിഞ്ചക്ക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയർ ആയിട്ട് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ആദ്യം ഇങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണേ? പറയും, എനിക്ക് കുക്കിംഗ് അറിയില്ല. തീ കത്തിക്കണം. ഓക്കെ, തീ കത്തി. എനിക്കൊന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞുതരോ? ആദ്യം നമ്മൾ എണ്ണ എടുക്കുക, ഒഴിക്കുക, നമ്മള് പാനിലോട്ട് നമ്മുടെ ചിക്കനും നമ്മള് മസാല ഇതിന്റെ സാറാസിന്റെ മസാല നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ബോയിൽ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കൊന്ന് സാറയുടെ സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ 30 മിനിറ്റ് ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ ഐശ്വര്യമായിട്ട്. ചേച്ചി ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ ഫുഡ്? ഒന്നും കൊള്ളത്തില്ലേ? എല്ലാം കണക്കറിയില്ലോ. അവരത് ഇട്ടോണ്ടിരിക്കുമ്പോ എന്റെ ചട്ടി കരിയുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ശരി, ഇത് സിമ്പിൾ ആണ് സംഭവം കേട്ടോ. ശരിക്കും ഈ ഒത്തൊരുമല്ലേ, നാത്തൂന്റെ ഒരു ഒത്തൊരുമ ഉണ്ടോ? ഇതേ ഒത്തൊരുമ തന്നെയാണോ ശരിക്കും വീട്ടില്? സത്യം മാത്രം പറയണം. ഞങ്ങൾ എല്ലാ പണിക്കും അടുക്കള ചെയ്യുമ്പോ ഇവള് ചിലപ്പോ വാഷ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പിള്ളേരെ നോക്കുമായിരിക്കും. ഇപ്പൊ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് രാവിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് വേണം ഷൂട്ട് ചെയ്യാം. ഇപ്പം ഷൂട്ട് ചെയ്ത് ഈ പറഞ്ഞ ഡിലീറ്റ് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ സീൻസ് ഒരുപാട് സ്വഭാവം ഇവക്കുണ്ട്. കാരണം എന്താ, നമ്മള് എടുത്ത് വെച്ചിട്ട് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം സ്പേസ് ഇതാക്കാൻ വേണ്ടിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യും. അപ്പൊ നമ്മള് ചിലപ്പോ ഇൻസ്റ്റയിൽ ഇട്ട് കാണത്തില്ല വീഡിയോ. അപ്പൊ അച്ചു ആ വീഡിയോ ഒന്നും അയക്കോ ചേച്ചി, ഞാൻ ഇപ്പൊ
ഇപ്പൊ ഡിലീറ്റ് ചെയ്തോളൂ. അങ്ങനെ പല വീഡിയോസും ഡിലീറ്റ് ചെയ്യും. ഇനി ഇതിനകത്തേക്ക് ആ. ഈ കടു പൊട്ടി കഴിയുമ്പത്തേനും കുറച്ച് വെളുത്തുള്ളി, ഓക്കെ കുറച്ച് ഇഞ്ചി, ഓക്കെ കുറച്ച് പച്ചമുളക്, ഓക്കെ. എന്നിട്ടൊന്ന് കടുകുറ കടുകുറ. കടുവറ കടുക് ഇന്ന് കൈപ്പുണ്യം ഞാൻ അറിയും. ഞാൻ എന്റെ കരിയാറായ സ്ഥിതിക്ക് ഞാൻ അടുത്ത മഞ്ഞപ്പൊടി ഇടണോട്ടാ. ഒരു പൊടിക്ക് മതിട്ടാ, ഓക്കെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിട്ട്. ഒരു 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 ഇത്തിരി ഒന്ന് ഒരു 5 മിനിറ്റ് വേണ്ട കേട്ടോ, ഒരു സെക്കൻഡ് മതിട്ടോ. ഓക്കെ അതിനുശേഷം നമ്മൾ ഇത്തിരി കുറച്ച് തേങ്ങ ഓക്കെ തേങ്ങ ചെറുകിതെടുത്തിട്ടുണ്ട്, അതിട്ടുക, തട്ടുക. തേങ്ങയുടെ ഒരു പച്ച ഒരു ഇത് ചൊവയില്ലേ, അതൊന്ന് മാറി വരുമ്പത്തേനും അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് ഇടുക, ഒന്ന് ഇളക്കുക. സിമ്പിൾ ആണ് കാര്യം. സിമ്പിളാണ് സംഭവം, കിട്ടാൻ ഭയങ്കര പാടാണ്. ഉപ്പ് ഓക്കെ ഇപ്പൊ ബാക്കി എല്ലാം സെറ്റ് ആയിട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് ഇടാട്ടാ, ഓക്കെ ഒരു ലേശം ഉപ്പ്. ഓക്കെ ഒരു പൊട്ടിക്ക് ഉപ്പ് മതി കേട്ടോ, കാരണം മിക്സിൽ നമുക്ക് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്താൽ മതിയേ. ശരി. ഉപ്പിട്ട ശേഷം സാറാസിന്റെ ഇത് തിരിഞ്ഞക്ക, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മിസ് ചെയ്ത സാധനമാണ്. ഇപ്പൊ രണ്ടുപേരും അവസാനത്തെ ഘട്ടത്തിലാണ് ഞാൻ പൊട്ടിച്ചത്. അവരെക്കാട്ടിലും ഫസ്റ്റ് ഞാനാ പൊട്ടിച്ചത്. ഞാനിത് ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ ഇടിച്ചക്ക ആഡ് ചെയ്യുന്നു. ഇത് നമുക്ക് വേവിച്ചിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുക്കാം കേട്ടോ. വാവ്, പെട്ടെന്ന് പരിപാടി തീർന്നു. പൊരിച്ച കോഴിന്റെ മണം. അതപ്പുറത്തുനിന്നല്ലേ, ഇത് ഇവിടുത്തെ. നമുക്കിത് ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അവിടുത്തെ പരിപാടി എന്തായി? നമുക്ക് ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ പോരെ? ഇളക്കിക്കോണം. നമ്മൾ ഇടിച്ചിട്ടില്ലേ, അതിനുശേഷം ഒരു 2 മിനിറ്റ് കുക്കിംഗ് ഉള്ളൂ. അടി ഇപ്പൊ തീരും, നിങ്ങൾ കഴിച്ചു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേഗം വെക്കാം. ഓക്കെ. ഫുഡ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പാട്ട് പാടും, അല്ലെങ്കിൽ പാട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യും. അപ്പോഴാണ് കുക്കിംഗ് ഒരു പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങൾ നന്നായി പാടും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി 2 വരി പാട്ട്. ആദ്യയുടെ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഈ സമയം കൊണ്ട് പാട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ശരി, സക്സസ്ഫുള്ളി ബട്ടർ ചിക്കൻ റെഡിയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് എടുത്തോ? എടുത്തില്ല, അതിനു മുമ്പേ എളുപ്പത്തിനായി. നമ്മുടെ അപ്പൊ എല്ലാം കുക്കായി ഫിനിഷ് ആയിട്ടിരിക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് വേവിച്ചു, ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. ഇനി ഓക്കെ. കാതൽ രോജാവി ഇങ്ങേ നീ ഇങ്ങേ കണ്ണീർ വഴുതടി കണ്ണിൽ കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ കണ്ണൂടി പാത്താ നെഞ്ചുക്കുൾ നീതാൻ എന്നാനതോ ഏതാനതോ സൊൽ സൊൽ. ഓ അടിപൊളി, ഇത് രസമായിട്ട് പാടുന്നു വിചാരിച്ചില്ല കേട്ടോ. എന്റെ ഹസ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അവിടെ ഒരാൾ ആസ്വദിക്കുന്നുണ്ട്. അല്ല, വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ഫുഡ് കുക്ക് ചെയ്യും അടിപൊളിയായിട്ട്, അടിപൊളി പാട്ടും പാടും. അറിഞ്ഞില്ല, ഇങ്ങനെ 2-3 പാട്ടും ഞാൻ പാടിപ്പിക്കായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മിക്സ് ചെയ്തോളൂ. ഇത് രണ്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോ. ആൻഡ് നമുക്ക് ടേസ്റ്റിംഗ് ടൈം ആണ്. ഐ എം വെരി എക്സൈറ്റഡ്. വാവ്, ടേസ്റ്റിംഗ് ടൈം ആണ്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് ഇത് തന്നെ തുടങ്ങാം. ഞാനുണ്ടാക്കിയതാണോ? കൊള്ളാം, പൊളി കേട്ടോ. വീട്ടിലൊക്കെ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന സെയിം ടേസ്റ്റ്. അപ്പം ഇടിച്ചക്ക സൂപ്പർ പൊളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ സ്റ്റാർ എന്താണ്, ബട്ടർ ചിക്കൻ പീസ്. ഗ്രേവി ആദ്യം നോക്കാം. കൊള്ളാല്ലേ, ഞങ്ങളുടെ കുറച്ചുകൂടെ പൊളിച്ചെന്ന് തോന്നുന്നു. ശരി, പൊളി, മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നമ്മളിത് രണ്ടും ഒന്ന് കഴിച്ച് തീർത്തിട്ട് നമുക്ക് ഇന്റർവ്യൂലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ സാറാസിന്റെ ബട്ടർ ചിക്കനും ഇടിച്ചക്ക ഉണ്ടാക്കി, സക്സസ്ഫുള്ളി ഉണ്ടാക്കി. ആഫ്റ്റർ ഫുഡിന് ശേഷം ആങ്കർ മാറിയിരിക്കുകയാണ്. ക്ഷീണിച്ച് അഫസ്യയായ ചിക്കുവിനോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയുണ്ട്? നല്ല ഫുഡായിരുന്നു. ആരാ പറഞ്ഞ കുക്കിംഗ് അറിയില്ലാന്ന്? ഓൾറെഡി സാറാസിന്റെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇനിയിപ്പോ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാതിരിക്കരുത്. സാറാസിന്റെ വാങ്ങ,
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ 3 പേര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാന്നാ. പിന്നീടാണ് മനസ്സിലായത് രണ്ടും ഒന്നും വെച്ച് മക്കളൊക്കെ ഉണ്ട്. എങ്ങനെ ഇങ്ങനെ സന്ദർഭമായിട്ട് ഇരിക്കാൻ പറ്റണത്? ഇഷ്ടായി. ടെൻഷൻ അടിക്കാതിരിക്കുക, അതാണ് ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം വീഡിയോ എടുക്കുന്ന സമയമാണ്. ചിരിക്കാത്തൊരു സമയം പോലും ഇല്ല ആ സമയത്ത്. അല്ലാണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേനും 2 ദിവസം ഡിപ്രഷൻ ആയിരിക്കും. ഡിപ്രഷനാ. ക്ലാസ് എടുക്കുന്നു, വെക്കുന്നു, എന്തിനാ ക്ലാസ് എടുത്തത്, അങ്ങനത്തെ ഒരു അവസ്ഥയാ. പക്ഷെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു ചേഞ്ച് എന്തായിരിക്കും? ലൈഫ് ഒന്നുകൂടി ഹാപ്പിയാണ്. പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാർ ഞങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുന്നത്, അത് അന്നേരം ഓടി വരുന്നു, മിണ്ടുന്നു, അതൊക്കെ ഭയങ്കര. എവിടെ ചെന്നാലും ഒരാളെങ്കിലും നമ്മളെ നോക്കിട്ട് ചേച്ചി എവിടെങ്കിലും പോകും. അവളുടെ കളി ചെയ്ത് അവള് തന്നെ നിന്ന് കളിക്കുവേ, പറയാ ചേച്ചി യൂട്യൂബിലുള്ളല്ലേ. ഇപ്പൊ അവളുടെ കളിയാ, അവള് ഞാനായിട്ട് അഭിനയിച്ച് അവള് കളിക്കുന്നത്. ശരിക്കും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടല്ലാതെ നിങ്ങൾ പ്രൊഫഷണലി നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ ടീച്ചർ ആയിരുന്നു, ഇപ്പൊ പോണില്ല. ഇവിടെ എറണാകുളത്ത് മൗണ്ട് ടേബർ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇടുക്കിയിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പോണില്ല. ഭാവിക്ക് അവിടെ മൗണ്ട് ടേബറിൽ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴാണ് ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയത്. കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു, പക്ഷെ തീരെ പറ്റാണ്ടായപ്പോ പിന്നെ നിർത്തി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ വ്ളോഗ്സ് ചെയ്യുന്ന സമയത്ത് കോണ്ടന്റ് ഒക്കെ ആരാ സെലക്ട് ചെയ്യണേ? നമുക്ക് ഇന്ന് ഈ കോണ്ടന്റ് ചെയ്യാം അങ്ങനെയൊക്കെ ആരാ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ കൂട്ടത്തില്? ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ആലോചിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നുവരെ അത് പെട്ടെന്ന് വിളിച്ചിട്ട് വോയിസ് ഇടും. അതെ, കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും, കണ്ടന്റ് ആണ് നമ്മുടെ മനസ്സിൽ ഡെയിലി ആലോചന. അപ്പൊ ഞങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ഇതുണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്, അതിൽ വോയിസ് ഇടും. പ്രൊഫഷണലി നിങ്ങൾ അതില് മാക്സിമം വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം എത്ര ടൈം എടുക്കും? കാരണം നിങ്ങൾ ഒരു ഫാമിലി കൊണ്ടുവന്നുണ്ട്, മക്കളുണ്ട്, ടൈം കിട്ടില്ല. എങ്ങനെയാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുന്ന ഒരു സമയം എങ്ങനെയാ? ഇപ്പൊ തന്നെ ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഒരു 4 ദിവസം അവധി നോക്കി വരുള്ളൂ. കാരണം പിള്ളേരുടെ സ്കൂളും നോക്കണം, സ്കൂളിൽ പോകുന്ന. അപ്പം വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം. പക്ഷെ ഈ 4 ദിവസം വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര പാടാ പിള്ളേരെയും കൊണ്ട്. ഉച്ചവരെ ഫുഡ് ഉണ്ടാക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. ഉച്ചയാകുമ്പോഴെങ്കിലും എടുക്കാലോ എന്ന് വിചാരിച്ചു ചെല്ലുമ്പോഴത്തേനും ഉറക്കം വരുന്നു, അയ്യോ അമ്മ ഉറക്കം വരുന്നു, ഓരോന്നോരോന്നും ഇങ്ങനെ പിന്നെ വരും. പിന്നെ അവരെ ഉറക്കി ഒന്ന് സെറ്റായി ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴത്തേനും ഏതെങ്കിലും ഒരെണ്ണം എഴുന്നേറ്റ് വരും. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലേ. പക്ഷെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങൾക്ക് 1 million സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോവാണ്. മീൻസ് ഒരു ഫ്രണ്ട്സ് പോലെ ഫീൽ ചെയ്യണേ, സിസ്റ്റേഴ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഈ കൂട്ടത്തിരിക്കുമ്പോ ഇരട്ടപ്പേരുകൾ സ്വാഭാവികം എന്തായാലും ഉണ്ടാവും. അങ്ങനെ വിളിക്കാറുണ്ടോ? അവളുടെ പേര് ആര്യ എന്നല്ലേ, ഞാൻ വിളിച്ച് ആരൂടെന്നാ വിളിക്കുന്നത്. അത് എന്റെ ചേട്ടനാണ് ആരൂടെന്ന് ഇട്ടത്. ഞാൻ ആരു എന്നായിരുന്നു വിളിക്കുന്നത്. വീട്ടിൽ വിളിക്കുന്നത് ചിന്നു വിളിക്കും. ചിന്നു. നിങ്ങൾ ചെയ്ത വീഡിയോസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഏതാ, റീൽസ് ഏതാ? ആദ്യം വൈറലായ വീഡിയോസ് ഇല്ലേ, മറ്റേ ഫ്ലാഗിന്റെ ഒരു വീഡിയോ ചെയ്തു, തന്നെ ഇടിച്ച് വണ്ടി ഇടിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് അത് ഇവക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ അറിയാം. പക്ഷെ ഭയങ്കര മടിച്ച് കൂടുതലായിട്ട് എടുത്ത് പഠിക്കത്തൊന്നുമില്ല ഇവള്. ആ ഉള്ളതിനെ മറന്നു കളയാൻ ശ്രമിക്കുക, മടി എന്ന് പറഞ്ഞ. ഞാനും ഇവളും തമ്മിൽ എപ്പോഴും അടിയാട്ടോ. അതുകൊണ്ടാണ് അവളുടെ കുറ്റം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്. ഇവരുടെ അടി കാരണം എനിക്ക് രണ്ടിനെയും കൂടെ ഇറക്കി വിടാം അവളെപ്പോഴും പറയാം. അല്ല, സിസ്റ്റേഴ്സുള്ള വീട്ടില് എനിക്ക് ചേച്ചി, അപ്പൊ സിസ്റ്റേഴ്സുള്ള വീട്ടില് നമുക്കറിയാം നമുക്കൊരു ഡ്രസ്സിന്റെ കാര്യത്തിലും അല്ലാതെ നമ്മുടെ വഴക്കൊക്കെ ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എന്തിന്റെ പേരില്ല? വഴക്കുണ്ടാക്കി ഇരിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ, അല്ലാണ്ട് വഴക്കല്ല. ഇവളെന്തെങ്കിലും ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നീ എന്നെ കൊച്ചിനെ ഉറക്കാഞ്ഞ്, അങ്ങനെ അവൻ ഇത്ര ഉറക്കം വന്നിട്ട് നീ എന്നെ ഉറക്കാതിരുന്ന, അങ്ങനെയുള്ള ഒരു പറച്ചില്. അത് എന്തുകൊണ്ടാ പറഞ്ഞത് നമുക്കും അറിയാം, എന്തുകൊണ്ടാന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ ചേച്ചിനെ പേടിയാ, അനിയത്തിയാണേലും സത്യം ബുദ്ധിയില്ലാത്തോണ്ടാ, വേറൊന്നും കൊണ്ടല്ല. സിനിമയിൽ വരണം, അഭിനയിക്കണം, ആ മോഹം ഉണ്ടോ? കാരണം ഓൾറെഡി ഇമോഷനാണ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞപ്പോ. അവക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടാ, വലിയ ഡാൻസർ ആവണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമ്മുടെ ആ ഒരു സാഹചര്യം കൊണ്ട് അന്നേരം ഒന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പൊ ഞാനത് യൂട്യൂബിൽ കൂടെ മറ്റുള്ളവരെ കണ്ട് വെറുപ്പിച്ചോണ്ടിരിക്കും.
നിങ്ങൾ കാണുമ്പോഴേ ഇപ്പൊ ഒരു മാരേജ് ആയിട്ടുള്ള ഒരു വുമൺ സക്സസ്ഫുള്ളി നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു സപ്പോർട്ട് വേണം. ഹസ്ബൻഡ് എന്ന രീതിയിൽ അവർ തരുന്നൊരു സപ്പോർട്ട് ഉണ്ട്. ഇപ്പോഴും ആ സപ്പോർട്ട് കിട്ടായത് കുറെ ആളുകളുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയാ അതിനെ ലക്കായിട്ട് കാണുന്ന ആ ബ്ലെസ്സിങ്ങിനെ എങ്ങനെയാ കാണുന്നത്? ചേച്ചിയുടെ ഹസ്ബൻഡ് അതാണ് ഇതിന്റെ അടിസ്ഥാനം. പറയാതിരിക്കാൻ വയ്യ. എവിടെ ആയാലും പറയണമെന്ന് വിചാരിച്ചു തന്നെ ഇരുന്നാണ്. ചേട്ടായിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് ഈ ഒരു പൊസിഷനിൽ വരില്ല. കാരണം ഇപ്പം ഒരു പെൺകൊച്ചിനെ കെട്ടിക്കൊണ്ട് പോയി, ഇപ്പം ഞങ്ങളൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇല്ലേ? ആരായാലും സിസ്റ്റേഴ്സ് ഒക്കെ ചെന്ന് നിൽക്കുമ്പോൾ വേറെ അവളെന്നാടി പോന്നേ എന്ന് ചോദിക്കും ഇല്ലേ? ഇന്ന് വരെ അങ്ങനെ ഒരു ചോദ്യം ചേട്ടായുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അവക്ക് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ സെയിം സാധനം എനിക്കും ചേട്ടായി വാങ്ങിയിട്ടുണ്ട്. അവളെക്കാട്ടിലും കൂടുതൽ ഞങ്ങക്ക് തന്നിരിക്കും. ആ ഒരു പ്രകൃതമാണ് ചേട്ടായി. അപ്പൊ ചേട്ടായിനെ കിട്ടിയോണ്ട് ചേട്ടായിയുടെ ബ്രദറാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഏകദേശം സെയിം സ്വഭാവമാണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ തന്നെ ഞങ്ങളെ പോലെ തന്നെ വാർത്തത്തിന് കൊണ്ടുവന്നതെന്ന് അവനോട് ചോദിക്കും. അല്ല ഇവിടെ പോലുള്ള ആളെല്ലാം ഞങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ ചേട്ടാ ചേച്ചിമാരങ്ങനെ പറഞ്ഞു, ചേട്ടാ ചേച്ചിമാരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരാളാണ് വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്തേക്ക്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഹസ്ബൻഡും ഞങ്ങളുടെ നാത്തൂനും തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ പോവാൻ കാരണം. ഒറ്റെണ്ണം മതി. ഒരു കുടുംബത്തിൽ ഒരാള് മതി എല്ലാരെയും തമ്മിൽ പിരിക്കാനായിട്ട്. ഞങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ആൾക്കാർ തന്നെയാണ്. എനിക്കാണെങ്കിൽ പോലുമേ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മ എനിക്കെല്ലാം ചെയ്തു തരും. ഇപ്പോൾ പോലും എനിക്ക് കുക്കിംഗ് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. അപ്പം അമ്മ എല്ലാം ചെയ്തത് എന്നിലെ കൊച്ചു പിള്ളേരെ കൊണ്ട് നടക്കുന്നത്. ഇപ്പം ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒന്നും ചെയ്യത്തില്ല. അമ്മ എനിക്കെല്ലാം ചെയ്തു തരുന്നത്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ചേച്ചിമാരും സെയിം അവരും എന്നെ നോക്കും. ഈ ചേച്ചിക്ക് 3 മാസമുള്ളൂ കുഞ്ഞിന്. ആ ടൈമിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പം എന്നെ ആ പൊടി കുഞ്ഞിനെ ഇട്ടിട്ട് 3 മാസം ഇല്ലെന്ന് തോന്നില്ലേ, 1-2 മാസം കണ്ടേ ഉള്ളൂ. ആ ടൈമിൽ കുഞ്ഞിനെ ഇട്ടേച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുമായിരുന്നു. അത് പക്ഷെ ഞാനൊരു എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായ ഒരു ബുദ്ധിമുട്ട്. ആ ഡെലിവറി കഴിഞ്ഞിട്ട് 2ാമത്തെ സിസേറിയൻ കഴിഞ്ഞ് നിർത്തിയതാ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ചേച്ചി എന്നെ നോക്കിയേ. ഇപ്പോഴാണെങ്കിലും ഇവരാ എന്നെ നോക്കുന്നത്. ചേട്ടനും നോക്കും, ചേട്ടനും അതുപോലെ തന്നെ. ആദ്യത്തെ വ്യൂ ഒക്കെ 1K ആയിരുന്നു ആദ്യത്തെ വ്യൂ ഒക്കെ. ഞങ്ങളുടെ കൂടുതൽ 1K ഒക്കെ എത്തിയപ്പോ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ 1, 2, 100 ആയപ്പോ എന്ത് സന്തോഷമായിരുന്നു. ഞങ്ങള് 10K കേക്ക് മുറിച്ചു, പിന്നെ മുറിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങള് 1 മില്യന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പാവായിട്ടുള്ള ഒരു ചേച്ചിയാണ്. അമ്മ പോലെ അല്ലേ? അമ്മ പോലെ ഫീൽ ചെയ്യും. ഇന്നലെ അവൾ എന്താ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു തരുന്നതാണ്. ഇന്നലെ മോരേറി വെക്കാൻ വേണ്ടിട്ട് ഇവളെ അച്ചു മോരേറി വെക്ക്, ചേച്ചി വെക്ക്, ഞാൻ ചിന്ന മോരേറി വെക്ക്, ചേച്ചി വെക്ക് ഇതിലാണ് കുറെ നേരം പറഞ്ഞു. രാവിലെ മുതലേ ഇവള് തന്നെയാ പണി ചെയ്യുന്നത്. ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നാൽ ഞാൻ റെസ്റ്റ് എടുക്കും. ഞാനും റെസ്റ്റ് ഇവള് ഫുൾ ടൈം റെസ്റ്റാ. നിങ്ങളുടെ ഹസ്ബൻഡ് രണ്ടുപേരും ബ്രദേഴ്സ് ആണല്ലേ? അങ്ങനെ ഒരു പ്രപ്പോസൽ എങ്ങനെയാ വന്നേ? ആദ്യം ഇവിടെ കല്യാണം കഴിഞ്ഞ പ്രപ്പോസൽ അങ്ങനെ പ്രപ്പോസൽ ലവ് മാരേജ് ആയിരുന്നു. അതെങ്ങനെയായിരുന്നു? നിങ്ങൾ അറിഞ്ഞപ്പം സർപ്രൈസ് ആയോ? വീട്ടുകാരെല്ലാരും സർപ്രൈസ്ഡ് ആയി. അതിന് കഥ പറയൂ. പുള്ളിയുടെ കെയറിങ് ചേട്ടായി കൊണ്ട് നടക്കുന്ന പോലെ തന്നെയായിരുന്നു പുള്ളി എന്നെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. എപ്പോഴും അഖിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അഖിലെന്നവര്. അപ്പം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവളുടെ കൂടെ ഞാൻ നടക്കുന്ന പോലാണ് ചേട്ടായുടെ കൂടെ. പുള്ളിയുടെ വീട്ടിലും എതിർപ്പായിരുന്നു, എന്റെ വീട്ടിലും എതിർപ്പായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ നിന്ന് വന്നു അച്ഛൻ. പുള്ളി ഭയങ്കര കരച്ചിലായിരുന്നു, അത് മതിയെന്ന് പറഞ്ഞിട്ട്. അപ്പം സൈകിട്ട് അച്ഛൻ കൂടെ വന്നിട്ട് ചോദിച്ചു വിട്ടാ. ചോദിച്ചപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു വീട്ടിലാരും അങ്ങനെ സമ്മതിക്കില്ല, 2 പേരെയും കൂടെ ഒരിടത്തോട്ടെന്നുള്ള ഒരു ഇതില് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു മോള് വരുവാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിച്ചു അച്ഛനോട്. എന്നിട്ട് പിന്നെ അച്ചാച്ചനോട് ചോദിച്ചപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊക്കോട്ടെ അച്ഛാന്ന് ചോദിച്ചു. കുറച്ച് തവണ ചോദിച്ചിട്ടാണ് പോന്നത് കേട്ടോ. പോന്ന് പിന്നെ ഇവിടെ വന്ന് കല്യാണം കഴിച്ചു. ഇവര് കല്യാണം പറഞ്ഞില്ല. അത് എന്നിട്ട് ഇവര് കല്യാണത്തിന്റെ ഫോട്ടോ ഇട്ടപ്പോഴത്തേനും അത് ഭയങ്കര ഒരു ഇമോഷണലാ. എന്ന് പറഞ്ഞാല് അവൻ വന്നിട്ട് അനിയും വന്നിട്ട് പറഞ്ഞു എടി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചിട്ട് അവൻ ഒറ്റ കരച്ചില് കരഞ്ഞു. അപ്പം ആ ഒരു ഞാനിപ്പോ പറഞ്ഞപ്പോഴാലേക്ക് നമ്മുടെ ആ സെയിം മൊമെന്റ്
ഭയങ്കര ഒരു ഭയങ്കര ഫുൾ എന്റെ ഫോൺ തല്ലി പൊട്ടിച്ചിട്ടല്ലേ ഞാൻ വിളിച്ചു പറയാഞ്ഞത്. അത് ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഇമോഷനാണ്. ആ സീനൊക്കെ എന്നെ അടിച്ചവൻ. പിന്നെ ഹാപ്പി ആയിട്ട് വന്നല്ലോ. അതൊരു 2 മാസം. പക്ഷെ അതിന് അടിച്ചോണ്ട് വിഷമൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് അറിയാൻ പറ്റിയില്ല. ഒറ്റയാണ് ഇങ്ങനെ കറങ്ങി നോക്കുമ്പോ ഇങ്ങനെ നോക്കി ഞാൻ എന്തൊക്കെയോ പെട്ടെന്ന് എന്തോ ഒരു സാധനം തെറിച്ച് താഴോട്ട് പോയി വെള്ള കളറില്. എന്റെ കണ്ണാണെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കി. ഇവര് 3 പേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അറ്റാച്ച്മെന്റ് ഞങ്ങള്. ടച്ച് വിട്ട് നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഇനിയും നിങ്ങൾ വീഡിയോസ് ചെയ്യട്ടെ. നിങ്ങളുടെ എത്രയും പെട്ടെന്ന് 1 മില്യൺ ആവട്ടെ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കമന്റ്സ് തന്നെ കാണാറുണ്ട്, നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതിന് പറ്റില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റി ആണല്ലോ ഇപ്പൊ തന്നെ. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല, ഇനിയും നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ എന്നതാ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്നും ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഞങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.